ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഗദീപ് ധൻകർ രാജിവെച്ചു എന്ന ചോദ്യത്തിന് മറുപടി തരാൻ ഇതുവരെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, കർഷക പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഗദീപ് ധൻകറിനെ രാഷ്ട്രപതിയായി ഉപരാഷ്ട്രപതിയായി അവരോധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിയുകയാണ്. ആരോഗ്യ കാരണങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് പറ്റില്ല എന്നത് തന്നെയാണ് വസ്തുത. ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം തർക്കമുണ്ടായി. അതിനെ തുടർന്നാണ് രാജിവെച്ചൊഴിയാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജിവെച്ചത് എന്ന് പറയുന്നുണ്ട്. പകരക്കാരനായി കൊണ്ടുവരാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. അവരുടെ സംശയം എന്ന് പറയുന്നത് ധൻകർ ഇപ്പോൾ പ്രതിപക്ഷത്തോട് കൂടുതൽ അടുക്കുന്നുണ്ടോ എന്നൊരു സംശയം BJP നേതൃത്വത്തിനുണ്ട്. കാരണം ഇപ്പോൾ ഈ യശ്വന്ത് വർമ്മയുമായിട്ടുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസ് പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പാർലമെന്റിൽ. ഒപ്പം തന്നെ ആ നോട്ടീസ് ചർച്ച ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപകടമുണ്ട്. വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ശേഖർ എന്ന് പറയുന്ന അതെ, അദ്ദേഹം വർഗീയ പരാമർശം നടത്തി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് നിൽക്കുകയാണ്. അതിന്റെ നടപടികളിലേക്കും ഉപരാഷ്ട്രപതി കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് BJPക്ക് വലിയ അപകടം ചെയ്യും. അപ്പോൾ ഇതൊക്കെ സ്വീകരിച്ചതിന്റെ പേരിൽ BJP നേതൃത്വവുമായി വലിയ തോതിൽ ഇടച്ചിലുണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് രാജിവെച്ച് പോകേണ്ടി വരുന്നു എന്നതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ വ്യക്തത ഇതൊന്നും വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യം ചോദിച്ചിരുന്നു, ഉന്നയിച്ചിരുന്നു. ഇന്നും സഭയിൽ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ ചർച്ചയാകും രാജ്യസഭയിലും പാർലമെന്റിലും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വാതി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയാണ്. രാഷ്ട്രപതി കഴിഞ്ഞാൽ അടുത്തയാളാണ്. അങ്ങനെ ഒരാളാണ് രാജിവെച്ച് പോയിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയാൻ അവകാശമുണ്ട് ഓരോരുത്തർക്കും. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ, മനു. സ്വാതി, രാജ്യം ഒന്നടങ്കം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചു പോയതെന്നാണ്. എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഒരു മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ പോകുന്നത് എന്നാണ്. BJP നേതൃത്വവുമായിട്ടുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണോ കർഷകപുത്രൻ എന്ന രീതിയിൽ BJP അവതരിപ്പിച്ച ജഗദീപ് ധൻകറിന് കാലാവധി തികയാൻ ഇനിയും 3 വർഷം ബാക്കി നിൽക്കെ രാജിവെച്ചൊഴിയേണ്ടി വന്നത്? പ്രതിപക്ഷം ഈ കാര്യങ്ങൾ എന്തായാലും ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. ഇരു സഭകളിലും കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാൻ തയ്യാറാകുമോ എന്നും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റ് ചേർന്നപ്പോൾ ഇത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ടുകൊണ്ടുള്ള ഈ ഉപരാഷ്ട്രപതിയുടെ രാജി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകാത്തത്? ഇനിയും കാലാവധി ബാക്കി നിൽക്കെയുള്ള രാജിയൊക്കെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇതിലൊന്നും തന്നെയും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കുരുക്കിലാക്കുന്ന തരത്തിലേക്കുള്ളൊരു നീക്കം ഈ ജഗദീപ് ധൻകറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പല ഘട്ടങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിന്റെ ചില നിലപാടുകൾക്ക് വിരുദ്ധമായുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ജസ്റ്റിസ് ശേഖർ യാദവുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടി ക്രമങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുവാനുള്ള നീക്കങ്ങൾ, കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായി കൊണ്ടുള്ള നീക്കങ്ങൾ ജഗദീപ് ധൻകർ ആരംഭിച്ചിരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ ഒക്കെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകാനിരിക്കെയാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഒരു രാജി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ശേഖർ യാദവ് എന്ന് പറയുന്ന BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ജസ്റ്റിസ് നേരത്തെ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശം മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റിൽ പാസ്സാക്കിയാൽ തീർച്ചയായും അത് ശേഖർ യാദവുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റും ഉടൻ തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും എന്നുള്ള കാര്യമുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളിലും ഈ ജസ്റ്റിസുമാർ നടത്തിയിട്ടുള്ള, ഒന്ന് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള പരാമർശം, രണ്ടൊന്ന് ഈ പണം കണ്ടെത്തിയ സംഭവം, ഇത് രണ്ടിലും ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ധൻകർ ഇത്രയും നാൾ BJPക്ക് വിധേയനായി നിന്നുവെങ്കിലും ഇപ്പോൾ ധൻകർ എടുത്തിരിക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ തർക്കമില്ല. ഇതൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജിവെച്ചൊഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിനെയാണ്. പുൽവാമ ഭീകരാക്രമണ സമയത്തൊക്കെ കശ്മീരിൽ ഗവർണറായിരുന്നല്ലോ സത്യപാൽ മാലിക്. പിന്നീട് അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിലുകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഒരുപക്ഷെ വരും നാളുകളിൽ മറ്റൊരു സത്യപാൽ മാലിക്കായി മാറുമോ ജഗദീപ് ധൻകർ? അങ്ങനെയും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.
തീർച്ചയായും പല ഘട്ടങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കൊക്കെയും വിരുദ്ധമായി സ്വന്തമായി ചില അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളിൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷങ്ങളിലേക്ക്, അതായത് ഇനിയും അദ്ദേഹത്തിന് കാലാവധി നിലനിൽക്കുന്ന സമയത്ത് പോലും കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ ചില നിലപാടുകൾ ഇദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രതിപക്ഷ എംപിമാരുമായൊക്കെയും വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെയൊക്കെയും ചില വാക്കുകളൊക്കെയും അദ്ദേഹം കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പാർലമെന്റിൽ അടക്കം അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് പ്രമേയം അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ളതറിയാം. അത്തരത്തിൽ ചെറിയ വിരട്ടലും ഒക്കെയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ചർച്ചകൾക്കൊന്നും തന്നെയും നിൽക്കാതെയാണ് പ്രത്യേകിച്ചും അദ്ദേഹം അടിയന്തരമായ ഒരു രാജിയിലേക്ക് പോകുന്നത്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൃത്യമായ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ചൊരു വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല? രാജിക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ അതിന് പിന്നിൽ പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിധേയനായി നിൽക്കാൻ കഴിയുന്നില്ല അവസാന ഘട്ടത്തിലേക്ക് ധൻഖർ എന്നുള്ളതാണ് വലിയ വിമർശനമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ് ഒക്കെയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ അവമതിപ്പ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളതാണ് ഈ രാജിക്ക് പിന്നിലുള്ള കാരണം എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഒരു ഉപരാഷ്ട്രപതിക്ക് നൽകേണ്ട ചില വിടവാങ്ങൽ ഉൾപ്പെടെ നൽകേണ്ട ഘട്ടമുണ്ട്. അതൊന്നും നൽകാതെ ഉണ്ടായിട്ടുള്ള ഈ രാജി സംബന്ധിച്ചാണ് വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രതിപക്ഷം ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കുകയാണ്. അതോടൊപ്പം പാർലമെന്റിൽ ബീഹാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ പാർലമെന്റ് കൂടുതൽ പ്രക്ഷുബ്ധമാവുകയും കേന്ദ്ര സർക്കാരിന് നേരിയ വലിയ ചോദ്യത്തിന്റെ അമ്പുകൾ വരികയും ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെയും ഏത് തരത്തിലായിരിക്കും ഇന്ന് കേന്ദ്ര സർക്കാർ പ്രതികരിക്കുക എന്നുള്ളതാണ് പാർലമെന്റിനെ സംബന്ധിച്ച് ഇന്ന് നോക്കിക്കാണേണ്ടത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിനീഷ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ ജാട്ട് വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് കർഷകപുത്രൻ എന്ന നിലയിൽ അന്ന് ധൻഖറിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ധൻഖർ അനഭിമതനായി മാറുകയാണ്. ഇവിടെ BJPക്ക് അനഭിമതനായി മാറിക്കഴിഞ്ഞാൽ മര്യാദയ്ക്കൊരു യാത്രയയപ്പ് പോലും കൊടുക്കാതെ പറഞ്ഞു വിടുകയാണ്. നോക്കൂ, നമ്മുടെ എന്തൊക്കെ രാഷ്ട്രീയമായിക്കോട്ടെ ഉപരാഷ്ട്രപതിയാണ്, ഭരണഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പദവിയാണ്. ആ പദവിയിലിരുന്ന മനുഷ്യനാണ് 12 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ എൻ്റെ കാലാവധി പൂർത്തിയാക്കിയിട്ടേ പോവുകയുള്ളൂ എന്ന് 12 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു മനുഷ്യൻ അന്നത്തെ സെഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു കുറിപ്പിലൂടെ തന്റെ രാജി അറിയിക്കുകയാണ്. ഒരു യാത്രയയപ്പിന് പോലും സഭാ അംഗങ്ങൾക്ക്, ഹൗസിലെ അംഗങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല. എന്തുമാത്രം മര്യാദകേടാണ് ആ പദവിയോട് കാണിച്ചിരിക്കുന്നത്. ആ പദവിയിലിരിക്കുന്ന ആളുടെ രാഷ്ട്രീയമല്ല ഇവിടെ പ്രശ്നം, ആ പദവിയോട് കാണിച്ചിരിക്കുന്ന മര്യാദകേട് എന്ന് തന്നെയാണ്. അത് തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. BJPക്ക് അനഭിമതനായി കഴിഞ്ഞാൽ അത് സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്നയാളാണെങ്കിൽ പോലും അവരിങ്ങനെ പടിയിറക്കി വിടും എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി, എന്തുകൊണ്ട് പോകേണ്ടി വന്നു എന്നതിൽ കേന്ദ്ര സർക്കാർ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജിവെച്ച് പോയിരിക്കുന്നത്. സാങ്കേതികപരമായി അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ ഒരുപക്ഷെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പാർലമെന്റ് നിയന്ത്രിക്കാം എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. അത് അങ്ങനെയല്ലെങ്കിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉപ ചെയർമാനുണ്ട്, വൈസ് ചെയർമാനുണ്ട്, അദ്ദേഹം നിയന്ത്രിക്കുമായിരിക്കും. ഏതായാലും ജഗദീപ് ധൻഖർ രാജിവെച്ച് മാറി നിൽക്കുന്നു. പകരം ആര് വരും എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെ, വലിയ ചോദ്യമാണ്. ഇനി ആരെയായിരിക്കാം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക? പലരും മോഹികളുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്തായാലും സംഭവിക്കുന്നത് എന്താണെന്ന്.